ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങു നിന്നും മികച്ച അഭിപ്രായവും പോസിറ്റീവ് അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗും കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളത്ത് ബറോസിന്റെ ഇനിയുള്ള ഷോകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയും വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ബറോസിന്റെ പേരിൽ ഏകദേശം 5700 പരം ടിക്കറ്റുകളാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം 23 സെന്ററുകളിലാണ് കൊച്ചിയിൽ മാത്രം ബറോസ് കളിക്കുന്നത്. ഇനി കളിക്കാനുള്ളത് 101 ഷോകളാണ്. അതിൽ 68 ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ്, റെഡ് അലേർട്ട് ആണ്. എറണാകുളത്തെ പ്രധാന തിയേറ്ററുകളിലേക്ക് നോക്കുമ്പോൾ സിനിപോൾസിൽ ചിത്രം ഇനി കളിക്കാനുള്ളത് 6 ഷോയാണ്. ആ 6 ഷോയും ഓൾമോസ്റ്റ് ഫില്ല്, റെഡ് അലേർട്ട് ആണ്. PVR ഫോറം മാളിലേക്ക് നോക്കുമ്പോൾ 8 ഷോയാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. അതിൽ ഒരു ഷോ ഇപ്പോൾ തന്നെ ഹൗസ്ഫുള്ളും 7 ഷോ ഓറഞ്ച് അലേർട്ടുമാണ്. ഇനി PVR ലുലുവിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 8 ഷോയാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. അതിൽ 7 ഷോയും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ്. വനിത എടപ്പള്ളിയിലേക്ക് നോക്കുമ്പോൾ 4 ഷോയാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. ആ 4 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ട് ആണ്. ഷെനൈസിലേക്ക് പോകുമ്പോൾ 8 ഷോയാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. അതിൽ 6 ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമയിൽ ക്രിസ്മസ് റിലീസായി എത്തിയ സിനിമകൾ എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നത്. മാർക്കോ എന്ന സിനിമ ഇന്ന് 23 സെന്ററുകളിലാണ് കൊച്ചിയിൽ മാത്രം ഓടുന്നത്. അത് അവസാന 1 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് മാർക്കോയുടെ പേരിൽ 7430 ടിക്കറ്റുകളാണ്. ഇനി വരാൻ പോകുന്ന മണിക്കൂറിൽ മാർക്കോ വാസസ് ബറോസ് എന്ന 3D ചിത്രം തമ്മിലായിരിക്കും ബോക്സ് ഓഫീസിൽ മത്സരിക്കാൻ പോകുന്നത്. ആ ഒരു ബോക്സ് ഓഫീസ് യുദ്ധത്തിൽ ഏത് സിനിമയായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും 2 സിനിമകളും വിജയിക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്മസിന് ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ ബോക്സ് ഓഫീസിൽ വിജയമാകട്ടെ. അതിനോടൊപ്പം തന്നെ എല്ലാ ലാലേട്ടൻ ഫാൻസും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.